എൻ്റെ ലൈഫ് പറഞ്ഞാൽ അത് തന്നെ, പരാജയം എന്ന് പറഞ്ഞാൽ പരാജയം. ഞാൻ തുടക്കം മുതൽ പറയാം, ഞാൻ ജനിച്ച അന്ന് ഹോസ്പിറ്റലിൽ മൊത്തം കറണ്ട് പോയി. അത് എൻ്റെ ജനനമായി അതിനൊരു ബന്ധവുമില്ല. പക്ഷെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ മൂട് കളഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു ടീച്ചർ സ്റ്റേജിൽ നിർബന്ധിച്ച് കയറ്റി പ്രസംഗിക്കാൻ. കർട്ടൻ പൊന്തി എൻ്റെ ബോധം പോയി. അപ്പോൾ ഞാനവിടെ നനച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അതേ സ്കൂളിൽ അതേ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പോയി. അതല്ലേ സക്സസ്. എന്നാലും ടീച്ചേഴ്സ് സ്കോർ ചെയ്തു കേട്ടോ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൾ പറയാം, ഇദ്ദേഹത്തിന് ഈ വേദിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 6 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. അന്ന് അങ്ങനെയാണ്, ലിമിറ്റഡ് റിസോഴ്സേ ഉള്ളൂ. പക്ഷേ 5 പേരോടും അവള് യെസ് എന്ന് പറഞ്ഞു. എന്നെ മാത്രം തെച്ചു. കൈയടിക്കരുത്, കൊല്ലില്ല. ഞാൻ പൊട്ടനെന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടനെന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും, പൊട്ടനാടാ നീ. എന്നെ കണക്ക് ടീച്ചറാണ്. എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ്. എന്നെ പൊട്ടെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു. എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു, എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ പകരം വിട്ടാൻ പോയതല്ല, അത് അങ്ങനെ സംഭവിച്ചു. നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഒരു ദേഷ്യവും നമ്മൾ ഉള്ളിൽ കയറ്റി നടക്കരുത് ആരോടും. പറയപ്പെട്ടവർ ഞാൻ പറയുന്നു, ദേഷ്യം നല്ലതാണ്, പക്ഷെ പക മാനസിക പ്രശ്നമാണ്. പെട്ടെന്നൊരു ദേഷ്യം വരും, കൊല്ലണവനെ, അതങ്ങനെ ഇറങ്ങിപ്പോണം. അല്ലാതെ 6 മാസം അവനെ കൊല്ലണം, അവനെ കൊല്ലണം. മറ്റേ സിനിമയിലില്ലേ, പുലിയെ കൊല്ലണം ഒരു ചെക്കൻ. അത് പകയാണ്, അത് പ്രശ്നമാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും. ഒരു വിഷമം വന്നു, കരയണം, പക്ഷെ 3 മാസം കരയരുത്. ഫങ്ഷണൽ ഫിക്സഡ്നെസ് ടു ഫങ്ഷണൽ ഫ്ലെക്സിബിലിറ്റി. അതിന് കൂടെ പറയാം, ഫങ്ഷണൽ ഫിക്സ്. എന്നെ പറ്റിക്ക് എന്ന് മാത്രം പറയാൻ വേണ്ടി. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഹിന്ദി ടീച്ചർ. രാംനെ സീതാ കോ ക്യാ കിയാ, അഭിഷാദ് പറയൂ. ഞാൻ പറയാം, ഓ ഷാദി കിയാ, ഫിക്സഡ് ആയി നിൽക്കുന്ന കുറെ സാധ്യതകൾ, അതായത് ഉറച്ചു നിൽക്കുന്ന കുറെ സംഗതികൾ, അതിനെന്താക്കി മാറ്റി? ഫ്ലെക്സിബിൾ ആക്കി. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞ കുറെ അധ്യാപകരെ അങ്ങനെ അല്ലടോ ഇങ്ങനെയും ക്ലാസ് എടുക്കണം എന്ന് മാറ്റിയില്ലേ? ഓൺലൈൻ ക്ലാസ് എടുക്കലില്ലേ? ടീച്ചർമാരൊക്കെ തുടക്കകാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് എടുത്തിരുന്നത്. ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നു, പാരൻസ് അവിടെ നിന്ന് കാണുന്നു, നമ്മളെങ്ങനെ ക്ലാസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ മാറി. ഞാൻ കണ്ടൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു നിന്നിട്ട് ഓൺലൈനിൽ ക്യാമറയിൽ കൂടെ അടിയിൽ പച്ചക്കറിയൊക്കെ അരിയുന്നു. അതും അവിടെ ക്ലാസ്സും ഇവിടെ അരിയലും, അതും കുട്ടിക്ക് ഭക്ഷണം കൊടുക്കലും. ഫ്ലെക്സിബിളായി. അതായത് ഓരോന്നിനും ഓരോ ഫിക്സഡ് ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഉടച്ച് കളഞ്ഞ് ഫ്ലെക്സിബിൾ ആക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് വേറെ ഡൈവേർഷനിലുള്ള ഫംഗ്ഷൻ കിട്ടും. ഉദാഹരണത്തിന് ഈ ലൈറ്റിന് ഇങ്ങനെ കത്താൻ പറ്റും, ഇത് ഫിക്സഡാണ്. അതിനേക്കാൾ കൂടുതൽ പ്രകാശം വരില്ല, ഫിക്സഡ്. വേറെ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളെ 2 ടീമായിട്ട് തിരിച്ചു. ഒരു ടീമിന്റെ കയ്യിൽ ബലൂൺ, വേറെ ടീമിന്റെ കയ്യിൽ സൂചി മുട്ടുസൂചി. ബലൂണുള്ള ടീമിനോട് ഈർപ്പിച്ച് കെട്ടാൻ പറഞ്ഞു. മുട്ടുസൂചിയുള്ള ടീം ഓപ്പോസിറ്റ്. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. ഓക്കെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? മുട്ടുസൂചിയുള്ളവര് ബലൂണ് കുത്തിപ്പൊട്ടിക്കും. കാരണം ബലൂണും മുട്ടുസൂചിയും കൂടി കണ്ടാൽ മുട്ടുസൂചിക്ക് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, കുത്താ പൊട്ടിക്കുക. നമ്മൾ ഓരോന്നിലും ഓരോ ഫംഗ്ഷൻ ഇങ്ങനെ ആരോപിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലുള്ളത് ചുറ്റുകയാണെങ്കിൽ കാണുന്നത് മുഴുവൻ ആണിയായി തോന്നും. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഒരു ചുറ്റിക എടുത്ത് വീടിന്റെ ചുറ്റും ഇങ്ങനെ നടക്കാം, അല്ലെങ്കിൽ വീടിന്റെ അകത്തൂടെ നടക്കാം. ഇതുവരെ കാണാത്തൊരു ആണി കാണും ഇല്ലേ? വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. കത്തിയുമായിട്ട് വാഴത്തോട്ടത്തിൽ പോയാൽ വെട്ടിയിരിക്കും. ഇതുപോലെ കുറച്ച് മനുഷ്യന്മാർക്കുണ്ട് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഇയാൾ ഇങ്ങനെ ചിരിക്കൂ, ഇയാൾ ഇങ്ങനെ പെരുമാറും, ഇയാൾ ഇന്ന ജോലിയെ ചെയ്യൂ. ചില സ്ഥാപനത്തിനുണ്ട് ഫങ്ഷണൽ ഫിക്സഡ്. ഈ സ്ഥാപനം ഇത്രയേ വികസിക്കൂ, ഈ സ്ഥാപനം ഈ ലൊക്കേഷനിലേ ഉണ്ടാവും. ചില ഓണേഴ്സിനുണ്ടാവും, ഇയാൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ചില തൊഴിലാളികൾക്കുണ്ടാവും, ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, ഞാനിങ്ങനെ വണ്ടി ഓടിക്കൂ, ഞാനിങ്ങനെ അക്കൗണ്ട് ചെയ്യും, ഞാനിങ്ങനെ കസ്റ്റമേഴ്സിനോട് ചോദിക്കും. ഈ ഫിക്സഡ് ആയിട്ട് നമ്മളിൽ ഉറച്ചുപോയ കുറെ കാര്യങ്ങളുണ്ടല്ലേ,
ഉണ്ടല്ലോ, അത് പൊട്ടിച്ചു കളയാം, എന്നാലേ വളരാൻ പറ്റൂ.